എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട്. നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മഞ്ജുള ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. തന്റെ ശിങ്കിടികളോട് പറഞ്ഞു, അളകനന്ദി ഉണ്ടല്ലോ, അവളെ ഈ ട്രിവാൻഡ്രത്തിൽ നിന്ന് തന്നെ പറപ്പിക്കാൻ പറ്റിയ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ഒരുത്തൻ ചോദിച്ചു, എന്താ മാഡം എന്ത് ചെയ്യാനാ പോകുന്നതെന്ന് ചോദിക്കാണ്. അവളെ നമുക്ക് അങ്ങോട്ട് ശരിപ്പെടുത്തണോന്ന് പറയാണ്. അവളൊരു അഴിഞ്ഞാട്ടക്കാരിയാന്ന് ഇന്ത്യ വരുത്തി തീർക്കണം. അതിന് വേണ്ടുന്ന പണികളാണ് ഇനിയിപ്പോ ചെയ്യേണ്ടത്, വാടാന്നും പറഞ്ഞുകൊണ്ട് തന്റെ ശിങ്കിടികളെ കൂട്ടിക്കൊണ്ട് നേരെ ഇന്ത്യവരത്തിലേക്ക് പോവാണ്. ഈ സമയത്ത് നന്ദൂട്ടന്റെ പ്രാക്ടീസ് കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ ഗൗരിമോളും കൂടെയുണ്ട്. പിന്നെ നന്ദുവിനോട് പറഞ്ഞു, അതെ നമുക്ക് റേസിംഗിൽ പങ്കെടുക്കേണ്ടത് ചോദിക്കും. പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഡോക്ടർ ആന്റി, പക്ഷെ എന്റെ കാലിലെയും ബ്രേസേഴ്സ് ഉണ്ടല്ലോ, അത് വെച്ച് എങ്ങനെയാന്ന് ചോദിക്കണം. അതാണ് കാര്യം. ഇതൊക്കെ നമ്മളും കൂടി ഊരി വെക്കും. ഊരി വെച്ച പിന്നെ ഞാൻ എങ്ങനെയാ നടക്കണേ, എനിക്ക് നടക്കാൻ പറ്റുമോന്ന് ചോദിക്കാം. പിന്നല്ലാതെ നടക്കാൻ പറ്റില്ലെന്ന് ചോദിക്കാം. നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും പ്രധാനം. നമ്മുടെ മനസ്സിനെ പറഞ്ഞുകൂടി വിശ്വസിപ്പിക്കാം, ഓടാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടാൻ പറ്റുമെന്ന് പറയാം. സത്യമാണോ ഡോക്ടർ ആന്റി പറയണെന്ന് നിൽക്കും. എന്താ നന്ദോട്ടിന് ഡോക്ടർ ആന്റി പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലേ? ആന്റി പറഞ്ഞ എനിക്ക് വിശ്വാസമാ, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം. എന്നാ ബാ എഴുന്നേക്കാൻ പറയാണ്. അങ്ങനെ നന്ദോട്ടിനെ പിടിച്ചെഴുന്നേപ്പിച്ചു. പിന്നീട് കാലേന്ന് ബ്രസേഴ്സ് അതൊക്കെ അങ്ങോട്ട് ഊരി വെച്ചു. പിന്നീട് നന്ദോട്ടിനോട് അവിടുന്ന് മോൻ ഇങ്ങോട്ട് ഓടി വരണമെന്ന് പറയാണ്. ഞാൻ ഓടി വരാനോ? മോന് സാധിക്കുമെന്ന് പറയാ. അങ്ങനെ നന്ദോട്ടിനെ ഒരു പോയിന്റിങ് കൊണ്ട് നിർത്തുവാണ്. ഗൗരി നന്ദയും കൂടെ ഇപ്പുറ സൈഡ് നിന്നു. പിന്നീട് പറഞ്ഞു, നന്ദോട്ട ശരിക്കും ഒന്ന് കണ്ണടയ്ക്കാൻ പറയാണ്. കണ്ണടച്ചു. മനസ്സിൽ പറഞ്ഞേ എനിക്ക് ഓടാൻ സാധിക്കുമെന്ന്, ഞാൻ ഓടാൻ പോവാന്ന് 2 വട്ടം പറയാൻ പറയാ. 2 വട്ടം പറഞ്ഞു. ഇനി പതുക്കെ കണ്ണു തുറക്കാം. ഇനി ഞാന് ഗോ പറയുമ്പോ സ്റ്റാർട്ടും ഗോ പറഞ്ഞു കഴിയുമ്പത്തിനും ഓടി വരണമെന്ന് പറയണ. ശരിയെന്ന് പറയണ. അങ്ങനെ നന്ദുവിന്റെ മനസ്സിന് ആദ്യം നന്ദ ആത്മവിശ്വാസം കൊടുത്തു. പിന്നീട് നന്ദ സ്റ്റാർട്ട് പറയാണ്. സ്റ്റാർട്ട് പറഞ്ഞു കഴിയുമ്പത്തേനും നന്ദോട്ടിന് അവിടെ നിന്ന് ഓടി നേരെ നന്ദയുടെ ഗൗരിയുടെ അരിയിലേക്ക് എത്തുവാണ്. അപ്പൊ ഗൗരിയും നന്ദ കൈയടിച്ച് അവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മനസ്സിന് വിശ്വാസമായി തനിക്ക് ഓടാൻ പറ്റുമെന്നുള്ള കാര്യത്തില്. അങ്ങനെ ഓടി വന്ന് നന്ദനെ കെട്ടിപ്പിടിക്കുകയാണ്. നന്ദ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ മോനെ ഓടാൻ പറ്റുമെന്ന്. ഇപ്പൊ ഒരു കുഴപ്പമില്ല, മോന് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടും, ഡോക്ടർ ആന്റിയെ പറയണെന്ന് പറയാ. അങ്ങനെ നന്ദോട്ടന്റെ മനസ്സിന് ആത്മവിശ്വാസം കൊടുക്കുകയാണ്. ഈ സമയത്ത് ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു അരുൺ നേരെ എന്ത് ചെയ്യുവാണ്, ലക്ഷ്മിയുടെ മോഹിനി അടുത്തേക്ക് ചെല്ലുവാണ്. പിന്നീട് നന്ദയെക്കുറിച്ചൊക്കെ പറയാണ്. നന്ദയോട് സംസാരിക്കണം. നിങ്ങൾ എന്താ അവളെ ഇങ്ങനെ അകറ്റി നിർത്തിയേക്കുന്നേ? നന്ദ ഈ വീട്ടിലല്ലേ വന്ന് കഴിയണ്ടേ? അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിയുമ്പത്തേനും ലക്ഷ്മി പറഞ്ഞു, അരുണെ നിനക്കിത് എന്താന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നേ? മോഹിനി പറഞ്ഞിട്ടേ വലിയ വലിയ കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ട അരുണെന്ന് പറയാണ്. എന്നാലും നിങ്ങൾക്കൊക്കെ ഇത് എങ്ങനെ പറ്റുന്നു? അമ്മയുടെ കാര്യം പോട്ടെ, അല്ല ലക്ഷ്മി അമ്മായിക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അമ്മായിക്കാണല്ലോ ഏറ്റവും കൂടുതൽ നന്ദനെ ഇഷ്ടമുണ്ടായിരുന്നേ. സ്വന്തം മോളെക്കാളും കാര്യമായിട്ടുള്ള കൊണ്ടുവരുന്നേ. അന്നിട്ടിപ്പോ ഇത്ര പെട്ടെന്ന് നന്ദയെ വെറുക്കാൻ കാരണം എന്താ? ഇത് കേട്ടത് ലക്ഷ്മി പറഞ്ഞു, അവളെ കുറിച്ചൊരു അക്ഷരം പോലും മിണ്ടിപ്പോയേക്കില്ല നീ. അവള് ഞാനൊന്ന് പറയണല്ലോ എന്താന്ന്. അവൾ എന്റെ കുഞ്ഞിനെ കൊണ്ടേ കൊന്നു കളഞ്ഞ അറിയാലോ. എന്നിട്ട് അവള് സുഖമായിട്ടിപ്പൊ ജീവിക്കുന്നു. എന്നിട്ടിപ്പൊ ഞാൻ അവളെ കൈ പിടിച്ചങ്ങോട്ട് ആരതി ഒഴിഞ്ഞ് കയറ്റണല്ലേ? അതൊരിക്കലും നടക്കില്ലരുണേ. നിനക്ക് വേറെ എന്ത് പണിയുണ്ടെന്ന് നീ പറഞ്ഞു. അവളുടെ പുറകെ നീ പോണ്ട കാര്യമില്ല എന്ന് പറയണേ. ഒരു കാര്യം അവളെ കുറിച്ച് അന്വേഷിക്കാനും പോണ്ടെന്ന് പറയാ. ഇത് കേട്ടപ്പം അരുണ് സങ്കടം ദേഷ്യമായി. അരുണങ്ങനെ വിട്ടുകൊടുക്കാൻ ഭാവിച്ചില്ല. എന്നാൽ നിങ്ങളുടെയൊക്കെ ഈ നിറമാറ്റത്തെ സംഭവിച്ചു വന്നിരിക്കുന്നു. ഓന്തിന്റെ നിറം മാറുന്നതല്ലേ എല്ലാത്തിന്റെ നിറം പെട്ടെന്ന് മാറിയത്. നിങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് പഠിക്കുവാണെങ്കിൽ ഒരു ഡോക്ടറേറ്റ് തന്നെ എടുക്കാന്ന് പറയണം. ഒരു PhD എടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ടെന്ന് പറയും. മോഹിനിയോട് നീ എന്താ ഞങ്ങളെ കളിയാക്കുവാണെന്ന് ചോദിക്കും. കളിയാക്കിയതല്ലമ്മേ, ഉള്ള കാര്യം പറഞ്ഞോ, ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിനു മുമ്പ് തന്നെ എന്ത് സന്തോഷത്തിലേക്ക് കുടുംബം പോയിക്കൊണ്ടെന്നേ. നന്ദ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം ഒരു നിമിഷം കൊണ്ടല്ലേ പോയത്. ഒരു പക്ഷേങ്കില് അന്ന് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് നന്ദ അവിടെ വെന്തു മരിക്കുമായിരുന്നെങ്കിൽ ലക്ഷ്മി അമ്മയ്ക്ക് സന്തോഷമാകുമായിരുന്നോ? ഇപ്പം ജീവനോടെ തിരിച്ചു വന്നായിരിക്കും പ്രശ്നമല്ലേന്ന് ചോദിക്കുക. ലക്ഷ്മി പറഞ്ഞു, ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവളെ ഒരിക്കലും ഞാൻ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും അംഗീകരിക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലക്ഷ്മി ഇല്ല, ലക്ഷ്മി മരിച്ചെന്ന് തന്നെ കൂട്ടിക്കോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാ. മോഹിനി പറഞ്ഞു, ഇപ്പൊ നിനക്ക് സമാധാനമല്ല അരുണേ. നീ അവളുടെ പുറകെ നടക്കണ്ട. അവളുടെ കാര്യങ്ങളും ചകഞ്ഞന്വേഷിച്ച് കണ്ടുപിടിക്കാനും പോണ്ട. അവൾക്ക് അവളുടെ വഴി, ഈ കുടുംബത്തിലുള്ളവർ അവരുടെ വഴി. പറഞ്ഞ കേട്ടല്ലോ, അവനൊരു വലിയ കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുന്നു. പക്ഷെ അരുൺ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. അരുൺ പറഞ്ഞു, എനിക്ക് അങ്ങനെ തള്ളിക്കളയാനായിട്ട് പറ്റില്ല നന്ദേനെ, എനിക്കറിയണം എന്നും പറഞ്ഞുകൊണ്ട് അരുണും അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പത്തിന് അരുന്ധതിയും പിങ്കിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുന്ധതി ഗൗതത്തിനോട് പറഞ്ഞു, ഗൗതം
കാര്യം ഞാൻ പറയാം. ഇനിയിപ്പം നന്ദൂട്ടന് ചികിത്സയൊക്കെ നിർത്താറായല്ലേ, ഇനിയിപ്പം നന്ദനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്കാൻ പറയണ. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, നന്ദൂട്ടന് ചികിത്സ നടന്നുകൊണ്ടിരിക്കല്ലേ, ഇത്ര ആക്കി ആയില്ലേ, ഇനി മതി, അവളിവിടെ നിർത്തേണ്ട കാര്യമില്ലെന്ന് പറയണ. ലക്ഷ്മി പറഞ്ഞു, അത് ശരിയാ, അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറയണ. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, എന്താ ലക്ഷ്മി അമ്മ ഇങ്ങനൊക്കെ പറയണേ, നമുക്കൊരാവശ്യം വന്നപ്പോ ഓടി വന്നതല്ലേ, നന്ദുമോനെ രക്ഷിക്കാൻ വേണ്ടി വന്നതല്ലേ നന്ദ, അപ്പൊ നമ്മൾ അവളെ ഇങ്ങനെ ഒഴിവാക്കി വിടുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് ചോദിക്കും. ഗൗതം പറഞ്ഞു, അത് ശരിയാ, പോരാത്തന്നെ നന്ദുവിന്റെ കാല് ശരിക്കും ഭേദമായിട്ട് വരുന്നുള്ളൂ, ആ സമയത്ത് നമ്മൾ അവളെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ലക്ഷ്മമ്മ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനിയിപ്പോ അവളെ ഇവിടെ നിർത്തേണ്ട കാര്യമില്ല, എന്റെ അഭിപ്രായം അതാന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെൽ അടിച്ചേ. അടുത്ത് ചോദിച്ചു, ആരാ ഈ സമയത്ത്? ഗൗതമാണ് കഥ തുറക്കാൻ ചെല്ലുന്നത്. അങ്ങനെ ഗൗതം കഥ തുറന്നു കഴിഞ്ഞപ്പോ മഞ്ജുള മാഡം നിൽക്കുകയാണ് അവിടെ. അത്ഭുതത്തോട് അന്താളിപ്പോട് കൂടി ഗൗതം ഇങ്ങനെ നോക്കണം, കാരണം ഇതിനായിട്ടും കണ്ടിട്ടില്ല, ആരാ എന്താന്നും അറിയത്തില്ല. പിന്നീട് ചോദിച്ചു, ആരാ എന്നാന്ന് ചോദിക്കുകയാണ്. ഇവരെവിടെയോ കണ്ടിട്ടുള്ള പോലെ ഒരു തോന്നല് ഗൗതത്തിന്റെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് മഞ്ജുള പറഞ്ഞു, അതെ, ഞാൻ കുറച്ച് ദൂരെ നിന്നാണ്, ഞാൻ ശാന്തിപുരത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു പറയണം. ഓ, അപ്പൊ ഇത് അകത്തിരുന്ന് അരുന്ധതി കേട്ടു. ആഹാ, കൊള്ളാലോ. ഈ സമയം ഗൗതം എന്താ കാര്യം ചോദിക്കുക, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയണം. ഇത് കേട്ടപ്പോ അരുന്ധതി പറഞ്ഞു, ആഹാ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒക്കെ അല്ലേ, അവരെ അകത്തേക്ക് വിളിക്ക് ഗൗതം എന്ന് പറയണം. അങ്ങനെ ഗൗതം അകത്തേക്ക് വിളിച്ചു. അങ്ങനെ അവരകത്തേക്ക് കയറി ചെന്നു. പിന്നീട് ഗൗതം ചോദിച്ചു, അല്ല എന്താ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ, കാര്യം എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശാന്തിപുരത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ്. അല്ല, ഗൗതത്തിനൊരു മോനുണ്ടെന്നല്ലേ പറഞ്ഞേന്ന് ചോദിക്കും. അതെ, എനിക്കൊരു മോനാ ഉള്ളത്. മോനെ നോക്കാനാണോ അവിടുന്ന് ശാന്തിപുരത്തുനിന്ന് അഴിഞ്ഞാട്ടക്കാരി നന്ദ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. ഗൗതം, നിങ്ങൾ എന്തൊക്കെയാ പറയണേ, ആരെ കുറിച്ചാ പറയണെന്ന് ചോദിക്കും. അല്ല, നിങ്ങളുടെ മോനെ നോക്കാനായിട്ട് ഒരു നന്ദ ഡോക്ടർ ഇങ്ങോട്ട് വന്നിട്ടില്ലേ, അവളെ കുറിച്ച് ഞാൻ പറയണെന്ന് പറയും. ഇത് കേട്ടോ പിങ്കി പറഞ്ഞു, അതെ, നന്ദ അഴിഞ്ഞാട്ടക്കാരി ഒന്നും അല്ലാന്ന് പറയണം. നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കണം. ഓഹോ, അപ്പൊ അവളെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലല്ലേ, എങ്കിലും അവളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാന്ന് പറയണം. അവളെ പോലെ ഒരു വൃത്തികെട്ട സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാണ്. ഒന്നുമല്ല, ഞാനും മുനിസിപ്പൽ ചെയർപേഴ്സൺ അല്ലേ, അപ്പൊ അതുകൊണ്ട് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ മോനെ നോക്കണമെന്ന് ഞാൻ അറിഞ്ഞു, അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നിട്ട് പോകാന്ന് കരുതി ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം. അരുന്ധതി പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാ പറയണേ, ഒന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണേ. ഹോ, മനസ്സിലാവുന്നില്ലേ, കാര്യങ്ങളൊക്കെ പറയാം. അവള് ആരാ എന്താന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, ഡോക്ടറാന്ന്. ഒരുപക്ഷെ ആ ഡോക്ടർ ലേബിൾ വെച്ചാണ് അവള് കളിച്ചോണ്ടിരിക്കുന്നത്. അവളുടെ കൂടെ ഒരു കുട്ടിയുണ്ടല്ലോ എന്ന് പറയണ്. അതെ, ഒരു കുട്ടിയുണ്ട്, അതിനെ ദത്തെടുത്ത മറ്റോ ആണ് അടുത്തത് പറയാണ്. ആര് പറഞ്ഞു ദത്തെടുത്താന്ന്? അവൾ അതിനെ ദത്തെടുത്തിട്ടൊന്നും ഇല്ല, അവള് നൊന്ത് പ്രസവിച്ച കുഞ്ഞാണ്. ശാന്തിപുരത്ത് സർക്കാർ ആസ്പത്രി വെച്ചാണ് അവൾ ആ കുഞ്ഞിന് ജന്മം നൽകിയെന്ന് പറയണം. ഇതൊരു ഞെട്ടിക്കുന്ന സത്യമായിരുന്നു ഗൗതത്തിനും അവർക്ക് എല്ലാവർക്കും കൂടെ. അവർക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയുണ്ട് സംഭവം ഉണ്ടാവുന്ന. നന്ദയ്ക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ പറ്റില്ല എന്നാണ് അവരെല്ലാം വിധി എഴുതിയിരുന്നത്. പെട്ടെന്ന് നന്ദയുടെ സ്വന്തം കുഞ്ഞാണ് ഗൗരി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അവർ പെട്ടെന്ന്, നിങ്ങൾ എന്തൊക്കെയാ പറയണെന്ന് നിൽക്കും, ഞാൻ പറയാൻ സത്യമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അവിടെ തെളിവുണ്ട്, നിങ്ങൾക്ക് തെളിവ് പോയി നോക്കാന്ന് പറയാണ്. പിന്നീട് ചോദിച്ചു, ആ കുഞ്ഞിന്റെ അച്ഛനാരാ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുകയാണ്. അതിപ്പം അറിയത്തില്ലല്ലേ, അച്ഛനാരെന്ന് പറഞ്ഞാൽ അവൾക്കും ചിലപ്പോൾ അറിയാവോന്ന് അറിയത്തില്ല, കാരണം അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് അവളുടെ. സ്വന്തം കുഞ്ഞിന്റെ തന്ത ആരെന്ന് പോലും അവൾക്ക് അറിയത്തില്ല. പക്ഷേങ്കിൽ നാട്ടുകാരെല്ലാരും കൂടെ ഒരു ദിവസം അതിനെ കണ്ടുപിടിച്ചെന്ന് പറയണം ആ കുഞ്ഞിന്റെ അച്ഛനാരെന്നുള്ള കാര്യം. അവള് സ്കൂളിൽ കൊണ്ട് കുഞ്ഞിനെ ചേർത്തു. അവളുടെ അച്ഛൻ ഒരു പോലീസുകാരനല്ലായിരുന്നു, ഒരു വിനയചന്ദ്രൻ. അവള് കുഞ്ഞിന്റെ പേരിനോടൊപ്പം ചേർത്ത് ആരുടെ അഡ്രസ്സായിരുന്നു, അവളുടെ അച്ഛന്റെ അഡ്രസ്സായിരുന്നു. സ്വന്തം തന്തയുടെ പേര് ചേർത്തില്ല അവന്. പക്ഷെ അത് അച്ഛനാരെന്ന് അവൾക്ക് അറിയത്തില്ലാഞ്ഞിട്ടാണോ എന്താ ഏതൊന്നും അറിയത്തില്ല. പക്ഷേങ്കിൽ ഒരുത്തനവിടെ ഉണ്ട്. ഒരുത്തനെ രാത്രിയിൽ അവിടുത്തെ നാട്ടുകാരെല്ലാം അവിടെ കയ്യോടെ അങ്ങോട്ട് പൊക്കിന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അരുന്ധതി പറഞ്ഞു, നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും, നന്ദ അങ്ങനെ ഒരു പെൺകുട്ടി അല്ലെന്ന് പറയാം. നിങ്ങൾക്കാ തെറ്റിയത്, ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്. അവന്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, തെളിവ് സാർ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മലിന്റെ ഫോട്ടോ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഇവനാ അവളെ വെച്ചോണ്ടിരിക്കുന്നത്. ആ കുഞ്ഞിന്റെ അച്ഛൻ ഇവനാണോന്ന് പറയാൻ പറ്റില്ല, അതെന്നാ എനിക്ക് തോന്നുന്നേ. ആ കുഞ്ഞിനെ വെച്ച് വാർത്ത പോലെ തന്നെ ഉണ്ടല്ലോ, അവന്റെ അല്ല അവനെ വെച്ച് വാർത്ത പോലെ ഉണ്ടല്ലോ ആ കുഞ്ഞ്. ആ കുഞ്ഞിനെ കണ്ടാൽ നിനക്ക് മനസ്സിലാവില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗൗതം പിങ്കി ആ പട അസ്വസ്ഥപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഗൗതം പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാ പറയണെന്ന് നിൽക്കും, ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്. അവിടെ വന്നൊന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാമല്ലോ. ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് അവളുടെ ഇവിടുത്തെ പൊറുതി മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്. അല്ലെങ്കിൽ കണ്ടു ഇവിടുത്തെ ചായയുള്ള കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പം പുറത്തോടെ ഓടിക്കളിച്ച് നിൽക്കും. അത്രയ്ക്ക് ഒരു സ്വഭാവം, വൃത്തിയുടെ സ്വഭാവമുള്ള സ്ത്രീയാണ് അവള് എന്നൊക്കെ പറയണം. ഒന്നുമല്ല, നിങ്ങളൊരു IPS കാരനല്ലേ, നിങ്ങൾക്ക് നാണക്കേണ്ടാകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഒഴിച്ചിട്ട് അവരങ്ങോട്ട് പോവണം. ഒരു നിമിഷം ആർക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നീട് അരുന്ധതി പറഞ്ഞു, കേട്ടില്ലേ അവളുടെ സ്വഭാവത്തെക്കുറിച്ച്,
എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാണ്. ലക്ഷ്മി പറഞ്ഞു, എന്നാലും നന്ദ, നന്ദ പോലും അവളുടെ യഥാർത്ഥ സ്വഭാവം അവൾ ഇപ്പോഴാ പുറത്തിറക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഈ കാര്യം കേട്ട് കഴിഞ്ഞപ്പോ. പിന്നീട് ഗൗതം നേരെ നന്ദേനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. നന്ദ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് നന്ദ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഗൗതത്തിനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താന്ന് ചോദിക്കണം. എനിക്ക് നിന്നോട് അല്പം പേഴ്സണലായിട്ട് സംസാരിക്കേണ്ടെന്ന് പറയാം. എനിക്ക് ഗൗതം സാറിനോട് പേഴ്സണലായിട്ട് ഒന്നും സംസാരിക്കാനല്ല, എനിക്ക് അല്പം ധൃതിയുണ്ട്, എനിക്ക് പോകണമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഗൗതം ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. ഞാൻ പറയുന്ന കേട്ട് നീ അങ്ങോട്ട് പോയാമെന്ന് പറയണ. നന്ദ പറഞ്ഞു, എന്താ ഗൗതം, ഗൗതം സാർ ഇത് കയ്യെന്ന് വിടാൻ പറയാണ്. വിട്ടില്ല, കയ്യെന്ന് വിടാനല്ലേ പറഞ്ഞെന്ന് വെച്ചു ബലമായിട്ട് കൈയും കൂടെ മാറ്റുവാണ്. ദേ, നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് എന്റെ കയ്യെ പിടിച്ചെന്ന് ചോദിക്കുക. നിങ്ങളെക്കുറിച്ച് എനിക്കൊരു മതിപ്പൊക്കെ ഉണ്ടായിരുന്നു, വെറുതെ അതായിട്ട് നിങ്ങളായിട്ട് നശിപ്പിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഈ നിർമ്മല നിന്റെ ആരാന്ന് ചോദിക്കണം. ഇത് കേട്ടതെന്ന് നന്ദ പറഞ്ഞു, അതെനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്ന് പറയും. പറയേണ്ട കാര്യമില്ലെന്നോ, എനിക്കറിയണം. ഇത്രയും കാലം ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല എന്ന് പറയണം. പെട്ടെന്ന് നന്ദ പറഞ്ഞു, ഞാൻ നിങ്ങളെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചോ ജീവിതത്തെ കുറിച്ചോ, പിന്നെ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം അവകാശം ഉള്ളതെന്ന് ചോദിക്കാം. ഇത് കേട്ടാൻ ഗൗതം പറഞ്ഞു, ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ, എനിക്കറിയണം. നിർമ്മൽ ആരാ നിന്റെ ജാരനാണോ, നിന്റെ കാമുകനാണോ, നിന്റെ ഭർത്താവാണോ, നിന്റെ രഹസ്യക്കാരനാണോ, ആരാന്ന് ചോദിക്കണം. ഇത് കേട്ടത് നന്ദയ്ക്ക് ദേഷ്യം വന്നു. നന്ദ പാഞ്ഞങ്ങോട്ട് ചെന്നിട്ട് ഗൗതത്തിന്റെ കോളറിനോട് കയറി പിടിച്ചു. എന്താ പറഞ്ഞ, നിങ്ങളെക്കുറിച്ച് എനിക്ക് ഇത്ര സമയം വരെ ഒരു വിലയും മതിപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം തീർന്നു. നിങ്ങൾ ഇത്ര വൃത്തികെട്ടാനായിരുന്നോ? നിങ്ങൾക്ക് നാണമില്ലേ ഗൗതം സാർ ഇങ്ങനെ വന്നിട്ട് ഈ വീട്ടുമുറ്റത്ത് വന്ന് ഇങ്ങനെ പറയാനായിട്ട്? നിങ്ങൾ എന്നെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പോഴീ നിമിഷം ഇവിടെ നിറയ്ക്കണം. മേലാല് നിങ്ങൾ ഈ വീട്ടിൽ കണ്ടുപോയേക്കലെന്ന് പറയണം. നിങ്ങളുടെ നിഴൽവെട്ട് പോലും എനിക്ക് കാണണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഗൗതം നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.